والصلاة والسلام على أشرف المخلوقين وآل كل والصحابة أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا في حالة البعد روحي كنت أرسلها تقبل الأرض عني وهي نائبتي فهذه نوبة الأشباع قد حضرت فامدد يمينك كي تحظى بها شفتي الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله الصلاة والسلام عليك يا سيدي يا خليل الله خذ بيدي قلت حيلتي أدركني يا رسول الله الله سبحانه وتعالى അവൻ പൊരുത്തപ്പെടുന്ന ആഖിറത്തിന് ഉപകരിക്കുന്ന സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു തആല അവന്റെ വഅദ് ഫضل കൊണ്ട് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ജീവിക്കുന്ന കാലം അത്രയും ഇസ്സത്തോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിച്ച് മരണം ഖൈറാകുന്ന സമയത്ത് ഈമാനോടുകൂടെ മരിക്കാനുള്ള ഭാഗ്യം നമുക്കും ബന്ധപ്പെട്ടവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉൽ അവ്വലിലാണ് നമ്മൾ സംബോധിച്ചിരിക്കുന്നത്. അല്ലാഹു നമ്മുടെ ഒരുമിച്ച് കൂടലും തിരികലും അവൻ പൊരുത്തപ്പെടുന്ന സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. തിരുനബിയുടെ അന്ത്യനിമിഷങ്ങളെ കുറിച്ച് വഫാത്തിനെ കുറിച്ച് ചെറിയ ഒരു എത്തിനോട്ടം മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ അന്ത്യനിമിഷങ്ങളിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിന് നൽകിയ വസിയത്തും മുന്നൊരുക്കങ്ങളും മുന്നറിയിപ്പുകളും ഖിയാമത്ത് നാൾ വരെ വരുന്ന എല്ലാവർക്കും പാഠമാണ്. സുദീർഘമായി സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ചുരുങ്ങിയ രൂപത്തിൽ അതിൻ്റെ ചില ഭാഗങ്ങളിലേക്ക് മാത്രം ചെറിയൊരു എത്തിനോട്ടം മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും തിരക്കുള്ളവരാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അന്ത്യനിമിഷം ചരിത്രം കരഞ്ഞ നിമിഷമാണ്. അതുപോലൊരു വിയോഗം ചരിത്രത്തിൽ ഇന്ന് വരെയും രേഖപ്പെട്ട് കിടക്കുന്നില്ല.
തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ജയലളിത മരണപ്പെട്ടപ്പോൾ ജീവന് തുല്യം സ്നേഹിക്കുന്ന തമിഴകത്തിന്റെ മക്കൾ 2-3 ആളുകൾ ആത്മഹത്യ ചെയ്തു. ടിവിയിലൂടെയും ചാനലോടൊക്കെ നമ്മൾ കണ്ടു. പലരും നന്നത്തടിച്ചും തലക്കടിച്ചൊക്കെ തട്ടഹസിച്ച് കരയുകയാണ്. കാരണം ആ അമ്മ വരുത്തി തീർത്ത വിയോഗത്തിന്റെ വേദനയാണ് നമ്മൾ അവരുടെ മക്കളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗം ലോക മുസ്ലിമീങ്ങൾക്ക് വരുത്തിവെച്ച മുറിവുകൾ ചെറുതായിരുന്നില്ല. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് വകവെച്ചിട്ടുണ്ട് എന്ന് ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ അറിയാൻ കഴിയും. ഇസ്ലാം മനസ്സിൽ ശരിക്കും ഉറച്ചിട്ടില്ലാത്ത പലരും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. കുറെ ആളുകൾ നാട് വിട്ടുപോയി. ചരിത്രം പറയുന്നത് 7ഓളം ദിവസം ഒരു മുറുക്ക് വെള്ളം കുടിക്കാത്ത സ്വഹാബത്തുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. ഇന്ന് ചാനലിൽ കൂടെ ഒരു തമിഴൻ പറഞ്ഞു, ഒരു തമിഴൻ പറഞ്ഞു, ഞാൻ ജയലളിത മരിച്ച ഇന്നലെ രാത്രി മുതൽ ഇന്ന് ഉച്ച വരെ ഒരു വെള്ളവും കുടിച്ചിട്ടില്ല. നമുക്ക് അത്ഭുതം തോന്നുക. അല്ല, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരിച്ചിട്ട് വഫാത്തായി 7ഓളം ദിവസം മദീനത്തെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്ത സ്വഹാബത്ത്, ഒരു മുറുക്ക് വെള്ളം കുടിക്കാത്ത സ്വഹാബത്തിന്റെ ചരിത്രമാണ് നമ്മൾ വായിച്ചെടുക്കുന്നത്. ഇതിൽ നമുക്ക് അത്ഭുതം തോന്നിയേക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തിന്റെ മുമ്പ് തന്നെ പല സൂചനകളും സ്വഹാബത്തിന് കൊടുത്തതായി ചരിത്രത്തിൽ കാണാം. അവിടുത്തെ വഫാത്ത് അടുത്തിട്ടുണ്ട് എന്നതിന്റെ പല സൂചനകളും മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തിട്ടുണ്ട്. മുത്തനബിയുടെ വഫാത്തിന്റെ തൊട്ട മുമ്പത്തെ റമദാൻ മാസത്തിൽ ഹബീബ് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, എന്റെ സമീപത്തേക്ക് ജിബ്രീൽ എല്ലാ വർഷവും റമദാൻ 20 കഴിഞ്ഞാൽ ഇറങ്ങി വരാറുണ്ട്. 10 ദിവസം എന്റെ സമീപത്ത് ഇറങ്ങി വരാറുണ്ടെന്നും എനിക്ക് 30 ജുസ്ഹ് ഖുർആൻ എനിക്ക് ഓതിത്തരാറുണ്ട് എന്നും മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് പറയുന്നു. എന്നാൽ ഈ വർഷം വ്യത്യസ്തമായി ജിബ്രീൽ 2 പ്രാവശ്യമേ എന്നിലേക്ക് വന്നിട്ടുള്ളൂ എന്ന് തിരുനബി സ്വഹാബത്തിനോട് പറഞ്ഞപ്പോൾ പല സ്വഹാബത്തിനും ശങ്കിച്ചു, ഇത് നബിയുടെ വഫാത്തിന്റെ സൂചനയാണോ എന്ന്. മാത്രമല്ല, ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു യമനിലേക്ക് ഗവർണറായി മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കുമ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു കരഞ്ഞു കലങ്ങിയ കണ്ണോടുകൂടെ യാത്രയാകുമ്പോൾ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ വലഅല്ലക അൻ തമുറ ബി മസ്ജിദി ഹാദാ വഖബിനി. ഓ മുആവിയ, നീ എന്നിൽ നിന്ന് വിട പറയുമ്പോൾ യമനിലേക്കാ പോകുന്നു. ഒരുപാട് കാലകാലം അകലെയുള്ള യമനിലേക്ക് നീ യാത്രയാകുമ്പോൾ ഇനി എന്ന് തിരിച്ചു വരുമെന്നറിയാൻ കഴിയില്ല. എന്നാൽ ഒരു പക്ഷേ നീ തിരിച്ചു വരുമ്പോ എന്റെ ഖബർ അത് മദീനയുടെ പള്ളിയുടെ ചാരത്താകുമെന്ന ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായ സൂചന ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുവിന് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, മുആവിയ റളിയല്ലാഹു അൻഹു യമനിലേക്ക് പോയ മുആവിയ റളിയല്ലാഹു അൻഹു തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ അന്ന്, ഇപ്പോ നമുക്കൊക്കെ ഫോണും മറ്റും ചാനലുകളും വഴിയൊക്കെ അറിയാൻ കഴിയും. അതേ സമയത്ത് മുആവിയ റളിയല്ലാഹു അൻഹു ഉറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിലൂടെ ഒരാൾ വന്ന് ചോദിക്കുകയാണ്, യാ മുആവിയ അൻ തനൂമ
അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹത തബാഖി തറാ, നീ കിടന്നുറങ്ങുകയാണല്ലേ. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറകം പോകിയ വാർത്ത നീ അറിഞ്ഞിട്ടില്ലേ എന്ന് സ്വപ്നത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ സാധാരണ കേൾക്കുന്നതാണ് മറ്റൊരു സൂചന മുത്തനബി കൊടുത്തത്. മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പ് നമുക്കറിയാം. ആ നോമ്പിൽ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 9-ന്റെ നോമ്പ് അനുഷ്ഠിക്കാൻ പറഞ്ഞത്, അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരുന്നുവെങ്കിൽ ഞാൻ 10 കൂടെ നോൽക്കുമായിരുന്നു എന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി. പക്ഷെ ജീവിച്ചിരുന്നു എങ്കിൽ ഇതിലും റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ സൂചനയുണ്ടായിരുന്നു. ചരിത്രം പറയുന്നു പിന്നത്തെ വർഷം ഹബീബ് ജീവിച്ചിരുന്നിട്ടില്ല. ഇനിയോ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹജ്ജത്തുൽ വദാ അഥവാ വിടവാങ്ങൽ പ്രസംഗം നടത്തിയപ്പോഴും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് സൂചന കൊടുത്തു. ഓ സ്വഹാബ, ഖുദൂ അന്നീ മനാസികകും, എന്നിൽ നിന്ന് കണ്ടു പഠിക്കാനുള്ളതെന്താണോ അത് പഠിച്ചോളൂ. എന്നിൽ നിന്ന് നിങ്ങൾക്ക് പകർത്തി വെക്കാനുള്ളതെന്താണോ പകർത്തി വെച്ചോളൂ. ഇനിയൊരു കൊല്ലം ഞാൻ ഇവിടെ വന്നുകൊള്ളണമെന്നില്ല. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ വർഷവും ഹജ്ജിന് പോകുമ്പോഴുള്ള സ്വഭാവമല്ല. അവസാനത്തെ ഹജ്ജിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രകടിപ്പിച്ചത്, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ചൊരു പ്രസംഗം നടത്തിയിട്ടുണ്ട് സഹാബത്തിനോട്. വളരെ ദീർഘമായ പ്രസംഗത്തിൽ ഹബീബ് ആദ്യമായി തുടങ്ങുന്നത് തന്നെ അല്ലാഹുവിനെ ഹംദ് ചൊല്ലി സ്വലാത്ത് ചൊല്ലി. എന്നിട്ട് ഹബീബ് പറയുന്നത്, ഓ സ്ത്രീകളെ, നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഭയപ്പെടുകയാണ്. കാരണം നരകത്തിൽ അധികവും കണ്ടെത്തിച്ചത് നിങ്ങളെയാണ്. മാത്രമല്ല മുത്തുനബി പറഞ്ഞു, പുരുഷരെ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ അവർക്ക് ഏൽപ്പിക്കപ്പെട്ട അമാനത്താണ്. അവരെ തച്ചു പോകരുത്. അമാനത്തിന് കളങ്കം വരുത്തരുത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘമായ ഒരു ഉപദേശം സഹാബത്തിന് കൊടുത്തിട്ട് ചോദിക്കുകയാണ്,